നമസ്കാരം. ഇന്ന് നമ്മൾ പറയുന്നത് ജ്യോതിഷവും പരിഹാരങ്ങളാണ്. ഒരു വ്യക്തി എപ്പോഴാണ് അടുത്ത് ചെന്ന് തൻ്റെ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആ വിഷയത്തിൻ്റെ ദുർഘടമാകുന്ന അല്ലെങ്കിൽ വളരെ പ്രയാസകരമാകുന്ന ഒരവസ്ഥയിലേക്ക് ആ വരുന്ന വ്യക്തി പോകുമ്പോൾ അയാൾക്ക് ജ്യോതിഷൻ തൻ്റെ രാശിപ്പലകയിൽ വെച്ച് ലഗ്നങ്ങൾ കണ്ടുപിടിച്ച ഗ്രഹങ്ങളുടെ സ്ഥാനവും എല്ലാ വിഷയങ്ങളെയും മനസ്സിലാക്കി അയാളുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. അപ്പോൾ ആ ജ്യോതിഷൻ തൻ്റെ മുന്നിലിരിക്കുന്ന ആളുടെ കഷ്ടദുരിതങ്ങളെക്കുറിച്ച് പഠിച്ച് അയാൾക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുത്ത് അയാൾക്ക് പരിഹാരം നിർദ്ദേശിക്കുക. ഈ പരിഹാരം നിർദ്ദേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആ വ്യക്തിക്ക് അനുയോജ്യമാകുന്ന അല്ലെങ്കിൽ ആ വ്യക്തിയോടുള്ള കർമ്മദോഷങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിന് മാത്രമേ നമ്മൾ പരിഹാര കർമ്മങ്ങൾ നിർദ്ദേശിക്കാവൂ. അങ്ങനെ പരിഹാര കർമ്മങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഫലങ്ങളും അയാളുടെ അനുഭവ ദുരിതങ്ങൾക്ക് മോചനം കിട്ടുമെന്നുള്ള ഒരു സത്യസന്ധമായ കാര്യമാണ്. പക്ഷെ അനാവശ്യമായ പരിഹാര കർമ്മങ്ങൾ വരുമ്പോൾ അയാൾ ഉദ്ദേശിക്കുന്ന കർമ്മങ്ങളായിരിക്കില്ല, അല്ലെങ്കിൽ അയാൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വിഷയമായിരിക്കില്ല അയാൾക്ക് ലഭിക്കപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ ദിവസങ്ങളിലും ഓരോ ഗ്രഹങ്ങളുടെ മാറ്റങ്ങളും ഓരോ കരണങ്ങളുടെയും പഞ്ചാംഗങ്ങളുടെയും എല്ലാ ഫലങ്ങളും മാറി മാറി വരുമ്പോൾ അയാൾക്ക് ഓരോ ദിവസങ്ങളിലും പ്രശ്നങ്ങളുണ്ടാവും. ഈ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അയാളുടെ ജന്മാന്തര പാപദോഷങ്ങളാണ്. ഈ ജന്മാന്തര പാപദോഷങ്ങളുടെ പരിഹാരം അയാൾ ചെയ്തു വരുമ്പോൾ അയാളുടെ ആ ശരീരം തീരുമെന്നുള്ളതാണ്. ആ ശരീരത്തിൽ നിന്ന് അയാൾ മോചിക്കുമ്പോഴാണ് അയാളുടെ ജന്മാന്തര പാപഫലങ്ങളെല്ലാം തീരുന്നത്. അതുവരെ അയാൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ കർമ്മത്തിന് ഒരിക്കലും ഒരു പൂർണ്ണത ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. ഫലം എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവസാന ഘട്ടത്തിൽ നമ്മൾ ചെയ്തു പോയിരിക്കുന്ന ആ മുൻജന്മത്തിന്റെ പാപദോഷങ്ങളുടെ അടിസ്ഥാനമായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ ഒരു ശാശ്വതമായിട്ടൊരു പരിഹാരം എന്ന് പറയാൻ ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ താൽക്കാലികമായിട്ടുള്ള ആശ്വാസങ്ങൾക്ക് വേണ്ടി നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കണം. അത് ഒരു പരിഹാര കർമ്മത്തിന്റെ ഏറ്റവും ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതിന് ഒരു സമാശ്വാസമാണ്. ആശ്വാസങ്ങൾ മാത്രമേ നമുക്ക് ലഭിക്കപ്പെടുള്ളൂ. പൂർണ്ണമായിട്ട് ഒന്നും മാറ്റുവാനായിട്ട് സാധിക്കില്ല. ഞാൻ മാറ്റിത്തരാം പൂർണ്ണമായിട്ട് എന്ന് പറയുന്ന അടുത്ത് നമുക്ക് ഒന്നും അതിനെപ്പറ്റി പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്കും പ്രശ്നങ്ങൾ പൂർണ്ണമാകാറില്ല, പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുള്ളൂ. അപ്പോൾ ഓരോ പ്രശ്നങ്ങൾക്കും ഓരോ പരിഹാരങ്ങൾ ചെയ്ത് അയാൾ തൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണത എത്തുന്നവരെയും പ്രശ്നങ്ങളും പരിഹാരങ്ങളും നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് അയാൾ ചെയ്യേണ്ട ഏറ്റവും. അതിന് ഈശ്വരാധീനം എന്നൊരു വസ്തു ഉണ്ടാക്കിയെടുക്കണം. ഈ ഈശ്വരാധീനം എങ്ങനെയാണ് ഒരാൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നുള്ളതും ആ ജ്യോതിഷ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്.